إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, റഹ്മാനും റഹീമുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പടച്ചതമ്പുരാന്റെ കലാമായ വിശുദ്ധ ഖുർആനിൽ നിന്നും അന്ത്യപ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി സമ്പൂർണ്ണ സൂക്ഷ്മതയോടുകൂടി തഖ്വയോടുകൂടി തദ്വിഷയത്തിൽ നിലകൊള്ളണമെന്ന് എന്നോടും നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും കരുണാവാരിധിയായ നാഥൻ നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് വേണ്ടി നമ്മുടേതെല്ലാം നൽകുക എന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ആനന്ദം നൽകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ ദാത്തിന് വേണ്ടി, അവന്റെ തൃപ്തിക്ക് വേണ്ടി പടച്ച തമ്പുരാൻ നമുക്ക് നൽകിയത് വിനിമയം ചെയ്യുക എന്നത്, വിതരണം ചെയ്യുക എന്നത്. ഇബ്നു ഉഖൈൽ അൽ ഹംബലി അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഇങ്ങനെ തന്നെ കാണാൻ കഴിയും. അള്ളാഹ്ക്ക് വേണ്ടി അള്ളാഹ് തന്നതൊക്കെ കൊടുക്കുക എന്നതിലേറെ സൗഭാഗ്യം നൽകുന്ന ഒന്നുമില്ല. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന് വേണ്ടി ഇഹ്റാം വസ്ത്രം അണിഞ്ഞു നിൽക്കുന്നതിനേക്കാൾ മനോഹരമായ ശരീര സൗന്ദര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്ത് പലജാതി വസ്ത്രങ്ങൾ, അതിന്റെയൊക്കെ സൗന്ദര്യത്തെയൊക്കെ നമ്മൾ പുകഴ്ത്തുകയും ഇഷ്ടപ്പെടുകയും പലത് നമ്മൾ വാങ്ങുകയും വാങ്ങാൻ കൊതിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഒരു മടുപ്പുമില്ലാതെ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടതുപോലെ നമ്മൾ ഇങ്ങനെ കണ്ടു നിൽക്കുന്ന ഒരൊറ്റ ചിത്രമാണ് ലോകത്തുള്ളത്. അത് മസ്ജിദുൽ ഹറാമിന്റെ
ചുറ്റിലും ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെയായി എത്തി തവാഫ് ചെയ്യുന്ന ഇഹ്റാം രൂപങ്ങളെയാണ്. 2 വസ്ത്രമാണ്, തുന്നലുകളില്ല, മുറിക്കലുകളില്ല. അത് വിശ്വാസിക്ക് തോന്നുന്ന ഒരു അനുഭൂതിയാണ്. അപ്പൊ അതിനേറെ മികച്ച ഒരു ശാരീരിക പ്രദർശനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതേപോലെ സർവശക്തനും പ്രതാപശാലിയുമായ അള്ളാഹുവിന്റെ, റബ്ബുൽ ആലമീനായ നാഥന്റെ, രക്ഷിതാവിനെ മഹത്വപ്പെടുത്തുകയും അവനോട് പാപമോചനം തേടി തേടി കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകുന്ന, ഞങ്ങളുടെ പാപങ്ങളെ ഓർത്ത് കണ്ണീര് പൊഴിക്കുന്ന പാപിയുടെ പശ്ചാത്താപം നടത്തുന്നവന്റെ കണ്ണീരിനേക്കാൾ തെളിഞ്ഞതും ശുദ്ധവുമായ മറ്റേതെങ്കിലും ജലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ലോകത്ത് പല ജാതി വെള്ളമുണ്ട്. പക്ഷെ ഈ വെള്ളത്തിലൊക്കെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വെള്ളം അത് അള്ളാഹുവിനെ ഓർത്ത് കണ്ണീർ പൊഴിക്കുന്നവരുടെ കണ്ണിൽ നിന്നും മിറ്റ് വീഴുന്ന അശ്രുഗണങ്ങളാണ്. അതാരുടെയെങ്കിലും മുഖത്തങ്ങനെ നനഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ മുഖം നരകത്തെ സ്പർശിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ട്. നമ്മൾ എത്ര വെള്ളം കോരി ഒഴിച്ചാലും അതെത്ര നമ്മുടെ ശരീരത്തിന് കുളിർമ നൽകിയാലും അതൊന്നും പരലോകത്തേക്ക് രക്ഷപ്പെടുത്തുന്ന ജലമല്ല. പക്ഷെ കണ്ണുനീർ തുള്ളി വീണ മുഖം അത് നരകത്ത് നിന്ന് അത്രയും ഭാഗം മാറി നിൽക്കുമെന്നാണ്. കാരണം അത് പടച്ചോനെ പേടിച്ച് കരഞ്ഞ കണ്ണുനീര് തുള്ളി കടന്നുപോയ തൊലികളാണ്. അപ്പൊ അത് വളരെ തെളിമയുള്ളതാണ് അർത്ഥം. സഹറിന്റെ വേളയിൽ, സഹർ എന്നത് നോമ്പുകാരൻ നോമ്പിന് വേണ്ടി എഴുന്നേൽക്കുന്ന സമയമാണ്. സുബഹി നിസ്കാരത്തിന് വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അത്താഴം കഴിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന സമയത്തിനാണ് സഹർ എന്ന് പറയുക. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, അള്ളാഹു വിശ്വാസികളുടെ പ്രത്യേക ഗുണമായിട്ട് പറയുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. സഹറിന്റെ സമയത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവർ, ആ സമയം പാപമോചന പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്നവർ, അങ്ങനെ സഹറിന്റെ വേളയിൽ പാപമോചനം തേടുന്നവരുടെ ഞരക്കങ്ങളെക്കാളും വിതുമ്പലിനേക്കാളും മധുരമനോഹരമായ മറ്റെന്തെങ്കിലും ശബ്ദം നിങ്ങൾ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അത്ര ഇമ്പമുള്ള ശബ്ദമൊന്നും ആയിരിക്കല്ല കേൾക്കാൻ പക്ഷെ ചെവിക്ക്. പക്ഷെ അത് അള്ളാഹ്ക്ക് വളരെ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടുന്നവരാണല്ലോ യഥാർത്ഥ വിശ്വാസി. എത്ര മനോഹരമായ ഒരു ഗാനത്തെക്കാളും പടച്ചതമ്പുരാൻ ഇഷ്ടം ഈ വിശ്വാസിയുടെ ഈ ഞരക്കമാണ്, അവന്റെ തേങ്ങലാണ്. അതിനാണ് അള്ളാഹു കാതോർത്തിരിക്കുന്നത്, അതിനാണ് അള്ളാഹു ചെവി കൊടുക്കുന്നത്. അത് കേൾക്കാനും അതിന് ആമീൻ പറയാനുമാണ് മാലാകമാരുടെ കൂട്ടം അവന്റെ അടുത്തു നിന്നും ആകാശം വരെ എത്തുന്ന അകലം വരെ വരി നിൽക്കുന്നത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു എന്നാണ്. റസൂലിന്റെ നെഞ്ചകത്തു നിന്നും ഇത്തരത്തിലുള്ള തേങ്ങലുകൾ ഞാൻ കേൾക്കാറുണ്ടായിരുന്നു. ചട്ടിയിൽ എണ്ണ തിളക്കുന്നത് പോലെ ഉണ്ടായിരുന്നു ആ ഗദ്ഗദം എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ നമ്മളോട് പറയുന്നുണ്ട്. തറയിൽ വെച്ച് സുജൂദ് ചെയ്യുന്നവരുടെ നെറ്റിത്തടങ്ങളെക്കാളും ശക്തവും ബലമുള്ളതുമായ മറ്റെന്തെങ്കിലും വസ്തു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മറ്റേ നെറ്റിത്തടത്തിനേക്കാളും. നെറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു സ്കിന്നാണ്, തൊലിയാണ്. പക്ഷെ അത് അള്ളാന്റെ മുമ്പിൽ ആ നെറ്റിത്തടം മണ്ണിൽ വെക്കുമ്പോ അതിന് മറ്റെന്തിനേക്കാളും ഒരു ബലം കൈവരികയാണ്, മറ്റെന്തിനേക്കാളും അത് പ്രധാനപ്പെട്ടതാവുകയാണ്. അലീമായ നാഥന്റെ മുമ്പിലാണ് നമ്മൾ നമ്മളുടെ ഏറ്റവും അളമത്തുള്ള മഹത്വമുള്ള ഭാഗം കൊണ്ടുവച്ചിരിക്കുന്നത്. ഇബ്നു ഖയ്യിലിന്റെ വാക്കുകളാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്.
ഇതിൽ നോമ്പുകാരന് വേണ്ടിയുള്ള കുറെ സന്ദർഭങ്ങളുണ്ട്. അത് പശ്ചാത്താപത്തിന്റെ, പാപമോചനത്തിന്റെ, കണ്ണീരൊഴുക്കലിന്റെ, അസഹറിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് അള്ളാന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതിന്റെ ചിത്രങ്ങളാണ്. സഹോദരങ്ങളെ, വിശുദ്ധ റമദാൻ കടന്നു വരുന്നത്, നോമ്പ് വരുന്നത് നമ്മളുടെ പാപങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ തിരിച്ചറിവുമായിട്ടാണ്. വിശ്വാസിക്ക് അങ്ങനെയാണ്. നോമ്പ് വരുമ്പോൾ വിശ്വാസി ആദ്യം അറിയുക അവന്റെ പാപങ്ങളെ സംബന്ധിച്ചിട്ടാണ്. പാപങ്ങളെ സംബന്ധിച്ച് വിശ്വാസി തിരിച്ചറിയുന്നത് കൊണ്ടാണ് പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ തന്റെ അടുക്കലും തന്റെ വീട്ടിൽ നിന്നും ആദ്യമേ അകറ്റിവെക്കുന്നത്. നന്മകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പലതും റമദാനിൽ നമ്മൾ പൂട്ടും, ഓഫ് ചെയ്യും. അത് വാങ്ങിയപ്പോഴുള്ള നമ്മളുടെ വാദം ഹലാലായ ആവശ്യത്തിന് ഉപയോഗിക്കുക എന്നത് തന്നെയായിരുന്നു. പക്ഷെ നമ്മൾ തിരിച്ചറിയുന്നുണ്ട്, അതിൽ ഹലാലുകൾ മാത്രമല്ല നമ്മൾ വീക്ഷിക്കുന്നത്, ഹറാമുകളും അതിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി റമദാനെ ഇത് നമ്മൾ പൂട്ടുകൊടുക്കുകയാണ്. പലതിനും പാപത്തെ സംബന്ധിച്ച് വിശ്വാസി തിരിച്ചറിയുന്നുണ്ട് എന്നർത്ഥം വിശുദ്ധ റമദാൻ കടന്നു വരുമ്പോൾ. ആ തിരിച്ചറിവിന്റെ ഭാഗമായിട്ടാണ് അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട് വെടിപ്പാക്കും, വൃത്തിയുള്ളതാക്കും, അടിച്ചുവാരും, കഴുകിവെക്കും, ചിട്ടയിലാക്കും, പെയിന്റ് അടിക്കും, ഒരുക്കങ്ങൾ നടത്തും, കരുതി വെക്കും. ഈ കരുതിവെപ്പും ഈ ഒരുക്കവും ഈ ചിട്ടയും ഈ വൃത്തിയുമൊക്കെ വിശ്വാസിയുടെ ഗുണമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയിട്ടുള്ളത്. കേവലം ഒരു വീടടിച്ചു വാരുന്നത് പോലും അത് വിശ്വാസത്തിന്റെ ഭാഗമെന്ന് ജൂതന്മാരെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അവരവരുടെ വീടടിച്ചു വാരാത്തവരാണ്. അവർ വീട്ടിലെ മാലിന്യങ്ങൾ ഒരു മൂലയ്ക്ക് കൂട്ടിയിടുന്നവരാണ്. നിങ്ങൾ അങ്ങനെ ആകരുത്. നിങ്ങളുടെ അഫ്നിയത്തക്കും, നിങ്ങളുടെ വീടിന്റെ അകത്തിളങ്ങൾ, അതിന്റെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കി വെക്കണം. വേസ്റ്റിന്റെ സ്ഥലത്ത് കൊണ്ട് ഒഴിവാക്കണം. വൃത്തി ഈമാന്റെ ഭാഗമാണ്. അടുക്കും ചിട്ടയും ഈമാനിന്റെ ഭാഗമാണ്. സമയനിഷ്ഠ വിശ്വാസിയുടെ അടയാളമാണ്. നിസ്കാരത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് കിതാബം മൗഖൂത, സമയബന്ധിതമായി അനുഷ്ഠിക്കാനുള്ളതെന്നാണ്. അപ്പൊ ചിട്ടയിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ അടക്കത്തിലേക്കും ഒതുക്കത്തിലേക്കും അനുസരണത്തിലേക്കും വരികയാണ്. പാപങ്ങളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനുവേണ്ടി ഒരുങ്ങുകയാണ്. ഇതൊക്കെയാണ് ഈ റമദാൻ എന്ന സംഗതി. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതിന്റെ കൂട്ടത്തില് നമ്മൾ ചെയ്യാത്തൊരു സംഗതിയാണ്. അത് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അനുഭവിക്കുന്നുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച്. പക്ഷെ അത് അള്ളാഹിന്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയാൻ നമ്മൾ മറക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമാണ്. അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓർത്തുകൊണ്ടിരിക്കണം. എന്താണ് ഈ അനുഗ്രഹം എന്ന് ചോദിച്ചാൽ, നോമ്പ് എന്ന ഈ സംഗതി തന്നെയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഒരു വിശ്വാസിക്ക് ലഭിക്കാവുന്ന അനുഗ്രഹങ്ങളിലെ ഏറ്റവും മികച്ചൊരു അനുഗ്രഹമാണ് നോമ്പ്. നോമ്പ് ഒരു ശിക്ഷയായി തന്നിലേക്ക് വന്നു എന്നല്ല വിശ്വാസി മനസ്സിലാക്കേണ്ടത്. ഇനി മുതൽ ഇന്നലെയും ഇന്നും കഴിഞ്ഞതുപോലെ നാളെ മുതൽ ഈ കടുത്ത വേനലിൽ വെള്ളം കുടിക്കാൻ കഴിയില്ലല്ലോ, ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയാണ് ദാഹിച്ചിരിക്കുക? ഇപ്പോഴേ കടുത്ത ചൂട്, 2 ഡിഗ്രി ഇനിയും ഓരോ ദിവസവും കൂടുമെന്ന് റിപ്പോർട്ടുകൾ കാണുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആവശ്യമില്ലാതെ വേപത് കൊള്ളുകയാണ്, പേടിക്കുകയാണ്. മനസ്സിലാക്കേണ്ടത്, അള്ളാഹു നമുക്ക് നൽകിയ ഒരു വലിയ അനുഗ്രഹം, പരലോകത്തെ കടുത്ത ചൂടിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തുന്നത് ഈ നോമ്പില് നമ്മൾ അനുഭവിക്കുന്ന ഈ ദാഹവും ഈ വേദനയും ഈ ഉഷ്ണവും ഈ പ്രയാസവും ഒക്കെയാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ മഹാനായ ഒരു മനുഷ്യനാണ്. ഹജ്ജാജ് എന്ന ഏകാധിപതിയോട് ചെറുത്ത് നിന്ന് മക്കയിൽ സ്വയംഭരണം പ്രഖ്യാപിച്ച അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു തആല അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മകളുടെ മകനാണ്. ഉമ്മ അസ്മാ റളിയല്ലാഹു തആല അൻഹ. മകൻ ഹജ്ജാജിന്റെ കയ്യാൽ കുരിശിലേറ്റപ്പെട്ട് കുരിശിലിങ്ങനെ തറച്ചു കിടക്കുമ്പോഴത്തേക്കും ഈ ഉമ്മ ആ മോനെ നോക്കിയിട്ട് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, നാഥാ, എന്റെ മകൻ കടുത്ത ചൂടുള്ള സമയത്ത്, മരുഭൂമിയിലെ തപിക്കുന്ന കത്തുന്ന ആ ചൂടിന്റെ സമയത്ത്, അല്ലാ,
പരലോകത്തെ പേടിച്ചിട്ട്, മഹ്ശറയിലെ ഉഷ്ണം പേടിച്ചിട്ട്, നല്ല ചൂടുള്ള സമയത്ത് എന്റെ മോൻ നോമ്പ് വെക്കാറുള്ളതായിരുന്നു നാഥാ, നീ അവനോട് കരുണ കാട്ടേണമേ. പരലോകം പേടിച്ചപ്പോഴേ നല്ല ചൂട് സമയത്ത് നോമ്പ് വെക്കുക എന്നുള്ളത് ഫർദിനെ കുറിച്ചിട്ടല്ല, ഇബ്നു സുബൈറിന്റെ പ്രത്യേകതയാണ്. സുന്നത്ത് നോമ്പുകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ സുന്നത്ത് നോമ്പ് അന്വേഷിക്കാൻ നമ്മളിങ്ങനെ പ്രയാസപ്പെടുകയാണ്, എങ്ങനെയാ നോമ്പ് വയ്ക്കുക. അതിന്റെ കൂട്ടത്തിലായി ഫർദ് നോമ്പും കൂടെ വരുന്നത്. അബുൽ ഹസൻ അലി നദ്വിയെ കുറിച്ചിട്ടൊരു കഥയുണ്ട്. ഇന്ത്യയില് ശരീഅത്ത് ബില്ല് കത്തി നിന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ആ സമയത്ത് ശരീഅത്ത് പുനഃസ്ഥാപിക്കാൻ വേണ്ടി അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയോട് സംസാരിക്കാൻ വേണ്ടി പണ്ഡിതന്മാര് അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തുന്നുണ്ട്. അപ്പൊ രാജീവ് ഗാന്ധി ചോദിച്ചു എന്നാണ്, ഇത്ര ചൂട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ നോമ്പൊന്ന് മാറ്റി വെച്ചുകൂടെ? നല്ല ചൂട് സമയത്താണ്. ഉത്തരേന്ത്യയിലെ ചൂടെന്ന് പറഞ്ഞാൽ 45-50 ഡിഗ്രി ചൂട് പോകും. നിങ്ങൾ നോമ്പ് വെച്ചോളൂ. അദ്ദേഹം ഗുണകാംക്ഷക്ക് പറഞ്ഞതാണ്. മുസ്ലിങ്ങളോട് ഇത്തിരി സൗഹാർദ്ദം കാണിച്ചിരുന്ന പ്രധാനമന്ത്രി ആയിരുന്നല്ലോ ഇന്നത്തെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ. നിങ്ങൾക്ക് നോമ്പൊന്ന് മാറ്റി വെച്ചൂടെ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ? ഞങ്ങൾക്കറിയില്ലാത്ത ഏതൊക്കെയോ പടച്ച തമ്പുരാന്റെ വിധികളിൽ ഞങ്ങള് അലംഭാവം കാണിച്ചതിന്റെ പേരിലാണ് ഈ തലാഖിന്റെ ബില്ല്, ഈ ജീവനാംശ ബില്ല് ഞങ്ങളുടെ പേരിൽ ഇടുത്തിയ പോലെ ഇപ്പൊ വന്നു നിൽക്കുന്നത്. ഇനി നോമ്പും കൂടി മാറ്റിവെക്കാൻ ഇനിയിപ്പോ എന്തൊക്കെ പുകിലാണ് ആ വിഷയത്തിൽ വരുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല, അത് മാറ്റിവെക്കാൻ കഴിയില്ല. അപ്പൊ നോമ്പും ചൂടും ഒന്നും നമ്മൾ പ്രയാസപ്പെടേണ്ട സംഗതിയല്ല. അത് അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുക. ആ അനുഗ്രഹത്തിലൂടെ വേണം അള്ളാഹു നമുക്ക് നൽകിയ നന്മകളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ. ആത്മീയമായൊരു വലിയ മുന്നേറ്റാണല്ലോ ഇത്. നോമ്പൊരാൾ വെക്കുന്നതോടെ ഇയാൾ ആത്മീയമായി വളരുകയാണ്. എങ്ങനെ ആത്മീയമായി വളരുക? ഞാൻ ആദ്യം പറഞ്ഞു വെച്ചതാണ്, ഹറാമുകൾ ചെയ്യുന്നവർക്ക് പുനരാലോചനയ്ക്കൊരു അവസരം ഉണ്ടാക്കി തരുന്നു നോമ്പ്. ഇനി മുതൽ ഹറാമ് ചെയ്യണോ വേണ്ടയോ? ഇന്നലെ വരെ നമ്മൾ ഹറാമ് ചെയ്യാൻ സമയത്ത് പ്രത്യേകിച്ച് ആലോചനയൊന്നും ഇല്ലായിരുന്നു, അതങ്ങ് ചെയ്യല്ലേ, ബാക്കി പിന്നെ വരുന്ന വഴിക്ക് കാണാന്നുള്ളതാണ്. നോമ്പ് വെക്കുമ്പോ ഒന്ന് ആലോചിക്കും, വേണോ വേണ്ടേ, അവസാനം വേണ്ടാന്ന് തന്നെ തീരുമാനം എടുക്കും. 2 സംഗതിയാണല്ലോ മനുഷ്യനെ പഴപ്പിക്കുന്ന 2 കാര്യങ്ങളിൽ. ഒന്ന് അല്ലാഹു കൂട്ടും, ഒന്ന് മനുഷ്യന്റെ തന്നെ നഫ്സാണ്, അവന്റെ ഇച്ഛയാണ്, അവൻ നഫ്സാണ്. രണ്ടാമത്തെ പിശാചാണ്. അതിൽ പിശാചിനെ അല്ലാഹു കൂട്ടുമ്പോ പിന്നെ നമുക്ക് ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു എളുപ്പമുണ്ട്, അവസരമുണ്ട്. അപ്പൊ തിന്മ ചെയ്യുന്നവൻ തിന്മ മാറ്റിവെക്കും. തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള മാനസികമായ ശക്തി നമുക്ക് നൽകുന്നുണ്ട് നോമ്പ്. അത് തന്നെ ഒരു മനുഷ്യന്റെ ഈമാനികമായ വർദ്ധനവിന് കാരണമാണല്ലോ. ഈമാൻ ഇങ്ങനെ യസീദു വയൻഖുസ്, ഈമാൻ കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഒരാളൊരു തിന്മയോടടുത്ത് ആ തിന്മ ചെയ്യാതെ മാറുമ്പോ ഇയാളുടെ ഈമാൻ അതിന്റെ പേരിൽ വർദ്ധിക്കുക. ഒരാൾ നന്മ ചെയ്യുന്ന കാലത്തോളം അയാളുടെ ഈമാൻ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ബല അങ്ങനെയാണ് ഈമാൻ്റെത്. ഈമാൻ എങ്ങനെയാ വർദ്ധിക്കുക? ഈമാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റില്ലായി നിൽക്കുന്ന ഒരു സാധനമല്ല. അത് കൂടുകയും അതിന്റെ അളവ് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അത് നമ്മുടെ കർമ്മങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തഖ്വ എന്നുള്ളത് ഈമാനുമായി ബന്ധിതമായ സാധനമാണ്. ഈമാൻ ഇല്ലാത്തവന് തഖ്വയില്ല, തഖ്വയില്ലാത്തവന് ഈമാനില്ല. വിശ്വാസമില്ലാത്തവന് സൂക്ഷ്മതയില്ല, വിശ്വാസമില്ലാത്തവന് അള്ളാഹിനെ പേടിയില്ല, അള്ളാഹിനെ പേടിയില്ലാത്തവന് വിശ്വാസമില്ല. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വ ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് അള്ളാഹു ഈ നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത്. കുതിബ അലൈക്കുമുസ് സിയാം, അള്ളാഹു നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നത് അത് ലഅല്ലക്കും തത്തഖൂൻ. അള്ളാഹ് എത്ര കാരുണ്യവാനാണെന്നോ. നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ പാപം പൊറുപ്പിക്കാൻ വേണ്ടി വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ലേ, അല്ല നമുക്ക് മാത്രം അള്ളാഹ് തന്നതുമല്ല ഇത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകൾ കുറച്ച് പ്രയാസപ്പെടട്ടെ ഈ ചൂട് സമയത്ത്, ദാഹവും വിശപ്പും സഹിച്ച് അങ്ങനെ കുറെ കഷ്ടപ്പെട്ടിട്ട് ഞാൻ അവർക്ക് പാപം പുറത്തു കൊടുക്കാം എന്ന് കരുതാൻ മാത്രം, അങ്ങനെ നമ്മളോട് മാത്രം അള്ളാഹു എന്തെങ്കിലും ക്രൂരത കാണിച്ചാണോ? അല്ലല്ലോ. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. അപ്പൊ നിങ്ങൾക്ക് മാത്രമല്ല ഇത്, മുൻകഴിഞ്ഞു പോയ സമൂഹങ്ങൾക്കും അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയിരുന്നു.
അതായത് ഈ നോമ്പ് നമ്മളിലേക്ക് വരുന്നത് കഴിഞ്ഞുപോയ സമൂഹങ്ങളുമായിട്ടുള്ള വിശ്വാസമാർഗത്തിലെ ചരിത്രബന്ധത്തെ ഓർമ്മപ്പെടുത്താൻ കൂടെ വേണ്ടിയാണ് ഈ നോമ്പ് വന്നതെന്നർത്ഥം. ലോകം ഒരൊറ്റ തറവാടായിരുന്നല്ലോ, ലോകം ഒന്നായിരുന്നു. ആദ്യത്തെ മനുഷ്യൻ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രപഞ്ചത്തിലേക്ക് വന്നത് ആദ്യത്തെ പ്രവാചകനായിട്ടാണ്, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ദൂതനായിട്ടാണ്. ആദമിന്റെ മക്കളൊക്കെ മുസ്ലിങ്ങളായിരുന്നു. ലോകത്ത് ആദ്യം രംഗത്തേക്ക് വന്ന മതം ഇസ്ലാമാണ്. അവിടെ നിന്നാണ് പിന്നെ ആളുകൾ ഇങ്ങനെ ഓരോരുത്തരുടേതായ ഇച്ഛകളുടെ പിന്നാലെ പോയി പിശാചിന്റെ വഴികേടിൽ കുടുങ്ങി ചിത്രങ്ങൾ ഉണ്ടാക്കി, പ്രതിമകൾ ഉണ്ടാക്കി, ബിംബങ്ങൾ ഉണ്ടാക്കി, വ്യത്യസ്ത മതങ്ങളായി ആളുകൾ മാറിപ്പോയത് പിന്നെയാണ്. അപ്പൊ അള്ളാഹ് നമ്മളോട് ഇങ്ങനെ പറയുന്നു, ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ഒരൊറ്റ ഉമ്മയുടെ, ഒരൊറ്റ ബാപ്പയുടെ മക്കൾ, ഒരൊറ്റ നാഥന്റെ അടിമകൾ, ഒരൊറ്റ ആദർശത്തിന്റെ വക്താക്കളായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവരൊക്കെ വഴിമാറിപ്പോയതാണ്. നിങ്ങൾ അങ്ങനെ വഴിമാറിപ്പോകേണ്ടി വരരുത്. നിങ്ങൾ ഈ സന്മാർഗത്തിൽ ഉറച്ചു നിൽക്കണം. പിന്നെയോ വഴിതെറ്റിപ്പോയ നിങ്ങളുടെ കൂട്ടുകാരെ സംബന്ധിച്ചുള്ള ഓർമ്മ വന്ന് അവരെയും നിങ്ങൾ തിരിച്ചു കൊണ്ടുവരണം. ആ ഒരു ബന്ധം ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അതിനൊക്കെ അപ്പുറത്തൊരു മുസ്ലിം ഐക്യത്തെ കുറിച്ചുള്ള ഒരു മനോഹരമായ ചിത്രവും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിൽ കാണിച്ചു തരുന്നുണ്ട്. ലോകം തന്നെ ഒറ്റ ഫ്രെയിമിൽ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഒന്നായിട്ട് എല്ലാ മനുഷ്യരും കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദമിൽ നിന്നിട്ടാണ്. ആദമു മിൻ തുറാബ്, മണ്ണിൽ നിന്നാണല്ലോ ആദം സൃഷ്ടിക്കപ്പെട്ടത് അള്ളാഹുവിന്റെ പ്രവാചകനായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, സൗമുക്കും യൗമ തസൂമൂൻ വഫിത്റുക്കും യൗമ തുഫ്തിറൂൻ. നിങ്ങളുടെ നോമ്പ് യൗമ തസൂമൂന, നിങ്ങളൊക്കെ ഈ നോമ്പെടുക്കുന്ന ദിവസമാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങളൊക്കെ, ഫർളുകളൊക്കെ സംഘടിതമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു സംഗതി എന്നാ ഇതിന്റെയൊക്കെ അർത്ഥം. നിസ്കാരം ജമാഅത്താണ്. സക്കാത്ത് പിന്നെ തർക്കം ആവശ്യമില്ലാതെ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ സക്കാത്തും സംഘടിതാണ്, നോമ്പും സംഘടിതാണ്. നാളെ എനിക്കൊട്ടേക്ക് നോമ്പ് വയ്ക്കാൻ പറ്റില്ല. ഈ നാടിന്റെ മൊത്തം നോമ്പാണെങ്കിലാണ് എനിക്കും നോമ്പാകുക, അല്ലേ? സൗമുക്കും യൗമ തസൂമൂൻ, നിങ്ങളുടെ നോമ്പ് നിങ്ങളൊക്കെ നോമ്പെടുക്കുന്ന ദിവസമാണ്. ഒരു വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടെന്നർത്ഥം. വഫിത്റുക്കും, നിങ്ങൾ നോമ്പ് നിർത്തുന്നതോ യൗമ തുഫ്തിറൂൻ, നിങ്ങളൊക്കെ നോമ്പ് നിർത്തുന്ന സമയത്തിലാണ്. ഒരു വീട്ടിൽ കുറച്ചു പേർക്ക് നോമ്പ്, കുറച്ചു പേർക്ക് നോമ്പില്ല. ഇതില്ല. അത് ഇസ്ലാമിന്റെ ചിട്ടയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിം ഐക്യത്തിന്റെ സന്ദേശവുമായിട്ടാണ് നോമ്പ് വരുന്നതെന്ന് ഈ ഹദീസ് നമുക്കിങ്ങനെ പറഞ്ഞു തരുമ്പോഴും മുസ്ലിം സമൂഹത്തിന്റെ വർത്തമാനകാലം അത് കഴിഞ്ഞ കാലത്തെ പോലെ തന്നെ ഏത് ഭൂമികയിലും ഏത് തലത്തിലും അന്തചിത്രത്തിലും അകൽച്ചയിലും തന്നെയാണ്. വ്യത്യാസം. മുസ്ലിം രാഷ്ട്രങ്ങളെയും സംഘടനകളെയും ഒക്കെ ഒന്നിപ്പിക്കാനും ഒരുമിപ്പിക്കാനുമുള്ള അനേകം വേദികളും സംഘങ്ങളും ഒക്കെ എമ്പാടുമുണ്ടെങ്കിലും ഈ ശ്രമങ്ങളൊന്നും നമ്മുടെ കർമ്മ വിഷയങ്ങളിലേക്ക് എത്തുന്നില്ല, നമ്മുടെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് ഈ യോജിപ്പൊന്നും എത്തുന്നില്ല. നമ്മളെപ്പോഴും വിവിധ ചേരികളിലാണ്, വിവിധ മേഖലകളിലാണ്. പക്ഷെ ഇത് ഒരുമയിലേക്ക് വരണം. ഉമ്മത്തു വാഹിദ, ഒരൊറ്റ സമൂഹമായി നമ്മൾ മാറണം. ഏകതയുടെ സന്ദേശവുമായിട്ട് കടന്നു വരുന്ന റമളാൻ തന്നെ തർക്കത്തിൻ്റെതാണ്. അതിന്റെ സൂചന ഞാൻ പറഞ്ഞത്. എനിക്കിന്ന് നോമ്പ്, നിങ്ങൾക്ക് നോമ്പില്ല, അല്ലേ? ചില അവസ്ഥ പറഞ്ഞതാണ്. അല്ല, ഒരുമിച്ച് നോമ്പ് വയ്ക്കോട്ടെ. നമ്മൾ പുതിയ ക്രൈറ്റീരിയകൾ സൃഷ്ടിക്കപ്പെടേണ്ട ആ വിഷയത്തിൽ. നമുക്കുണ്ടായിരുന്ന ചില മാനദണ്ഡങ്ങൾ പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മാർഗമുണ്ട്. പറ കാണുമ്പോ, പറയാകാശത്തുണ്ടാവുമ്പോ നോമ്പ് വയ്ക്കുക. അതൊരു തർക്കമാണ്. ആ തർക്കം ഒഴിവാക്കിയിട്ട് ഒന്നിച്ചു പോകാൻ കഴിയുന്നതാണ്. റമളാനിന്റെ പിറ ഉദിക്കുന്നതും റമളാനിന്റെ പിറ മായുന്നതുമൊക്കെ തർക്കങ്ങളിലൂടെയാണെങ്കിൽ ആ തർക്കങ്ങളിൽ ഉൾപ്പെടാതെ നമ്മൾ മനസ്സിലാക്കിയ ശരിയായ ഇസ്ലാമിന്റെ നിലയിലേക്ക് ഒരുമിച്ച് പോകണം. മുസ്ലിം സമൂഹമൊക്കെ, ലോകം തന്നെ ഒറ്റ സമയക്രമത്തിൽ നിൽക്കുക എന്നുള്ളത് മോശം സംഗതിയൊന്നുമല്ല, അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് തർക്കങ്ങൾ വർദ്ധിപ്പിക്കാനാവരുത്. മുസ്ലിം ലോകത്തിന് ഒരൊറ്റ സമയക്രമം ഉണ്ടാവുക എന്നുള്ളത് അത് പണ്ഡിതന്മാരുടെയും കഴിഞ്ഞു പോയ ആളുകളുടെയൊക്കെ സ്വപ്നം തന്നെയായിരുന്നു. നമ്മൾ ആ ചർച്ചയെ നമ്മൾ സമ്പൂർണ്ണം തള്ളിക്കളയണ്ട. പക്ഷെ ഒരുമിപ്പിക്കാനുള്ള ശ്രമം ഒരു പുതിയ ചേരിക്കിടം കൊടുക്കുന്നതാകരുതെന്നർത്ഥം.
ഒരുമിപ്പിക്കാനുള്ള ശ്രമം അത് ഒരുമയ്ക്ക് വേണ്ടിയാകണം, പുതിയ ചിത്രതയ്ക്ക് വേണ്ടിയാവണം. ഒരു പുതിയ സംഘടന ഒരുമിപ്പിക്കാനെന്ന് പറഞ്ഞ് തുടങ്ങുന്നു, അത് പിന്നെ പുതിയ അകൽച്ചയായി പിന്നെ അത് മാറുന്നു. അങ്ങനെയല്ല ഉണ്ടാവേണ്ടത്. ഷാഫി റഹ്മത്തുള്ള ഈ ഹദീസൊക്കെ വെച്ചിട്ട് സുമൂലി റുയത്തിഹി അഫ്തിറൂലി റുയത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്. നിങ്ങൾ നോമ്പെടുക്കുക ലിറുയത്തിഹി, ഈ പിറ കാണുമ്പോ, വഅഫ്തിറൂ ലിറുയത്തിഹി, ഈ നോമ്പ് നിങ്ങൾ നിർത്തണം ഈ പിറ നിങ്ങൾ കാണുമ്പോ. ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ് അസ്സൗമു യൗമ തസ്ഊമൂന, നോമ്പ് നിങ്ങളൊക്കെ ഈ നോമ്പെടുക്കുന്ന ഒരു ദിവസമാണ്. വൽ ഫിത്റു യൗമ തുഫ്തിറൂന, നോമ്പ് നിർത്തുന്നത് അവരൊക്കെ വിശ്വാസികളൊക്കെ നോമ്പ് നിർത്തുന്ന ആ ഒരു സമയത്ത് തന്നെയാണ്. വൽ അൽഹാ യൗമ തളഹൂന, അതേപോലെ വലിയ പെരുന്നാൾ എന്നുള്ളത് ആളുകൾ എപ്പോഴാണോ എല്ലാവരും ഒരുമിച്ച് ഈദുൽ അൽഹ ആഘോഷിക്കുന്നത് ആ സമയത്താണ്. അപ്പൊ ലോകത്ത് എവിടെ ആര് കണ്ടാലും പിറ ആര് കണ്ടാലും അത് ആർക്കും ബാധകമാക്കാം എന്നൊരു വലിയ തത്വം ഷാഫി റഹ്മത്തുള്ളാഹി വിഷയത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. പലതാക്കാൻ നിൽക്കണ്ട, എവിടെയെങ്കിലും കണ്ടാ മതി. അപ്പൊ ആ ഒരു യോജിപ്പിലേക്ക് സമൂഹത്തിന് എത്താൻ കഴിയുമെങ്കിൽ നമ്മളുടെ ഈ നോമ്പ് ഐക്യത്തിന്റെ നോമ്പായി മാറും, ഏകതയുടെ നോമ്പായി മാറും, ഒരുമയുടെയും സ്വരുമയുടെയും നോമ്പായി മാറും. ഇതെല്ലാ മുസ്ലിം സംഘടനകളും നമുക്ക് ഇങ്ങനെ അപേക്ഷിക്കാനേ കഴിയുള്ളൂ. നന്മയുടെ വിഷയത്തിൽ ഇങ്ങനെ ഒരുമിക്കുക എന്നുള്ളത് നമ്മളുടെ സ്വപ്നമാണെങ്കിലും ആ സ്വപ്നത്തിലേക്ക് എല്ലാവരും വരുന്നില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് നിദാനമാകുന്ന ഒരു വലിയ റമദാനായിട്ട് അല്ലാഹു ഈ റമദാനിനെ മാറ്റി തീർക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു വസല്ലം അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ ഉടനീളം പാലിക്കുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളിലും ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന അതിവിശിഷ്ടമായ ഒരു ആരാധനയാണ് നോമ്പ്. എല്ലാ കാലത്തും പറയാറുള്ളത് പോലെ തന്നെ ഈ നോമ്പ് നമുക്കിങ്ങനെ സുഭിക്ഷമായി നോറ്റ് മുമ്പോട്ട് പോകാനുള്ളത് മാത്രമല്ല, സമൂഹത്തിൽ തിരസ്കരിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചുള്ള ബോധം നമുക്ക് ഈ നോമ്പ് കാലത്തുണ്ടാവണം. സാമൂഹിക പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ നോമ്പ് കാലത്തും നമ്മളുടെ ശ്രദ്ധയുണ്ടാകണം. ദുരിതബാധിതരായ ആളുകളുടെ വിസ്മരിക്കപ്പെട്ടു പോയ പ്രശ്നം ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ? വയനാട്ടില് ആ ദുരിതബാധിതരായ ആളുകൾ അവരുടെ ദുരിതഭൂമിയിലേക്ക് തന്നെ ഒന്നുമില്ലാതെ തിരിച്ചു പോവുകയാണ്. വാഗ്ദാനങ്ങളൊക്കെ എവിടെ പോയി എന്നറിയില്ല. ആ സമയത്ത് കുറെ രാഷ്ട്രീയ സാമൂഹിക പ്രസ്താവനകൾ നമ്മൾ കേട്ടിരുന്നു. അപ്പൊ അത് കേട്ടപ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു പോയ ആളുകൾക്ക് ഒരു 3 ഇരട്ടി സമ്പാദ്യം തിരിച്ചു കിട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകളായിരുന്നു. ഒന്നുമില്ലാതെ ആ പാവങ്ങൾ പോകും. നമ്മുടെ റമദാൻ അത് പാവങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്ന് മനസ്സിലാക്കണം. സജീവമായി ഇത്തരത്തിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നമ്മൾ പങ്കാളികളാവണം. നമ്മുടെ സക്കാത്ത് മാത്രം അതിന് മതിയാവില്ല. സക്കാത്തിനപ്പുറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാറുണ്ടല്ലോ, നോമ്പ് വരുമ്പോഴത്തേക്ക് നബി അടിച്ചു വീശുന്ന കാറ്റ് പോലെ ധർമ്മിഷ്ഠനാകുമെന്നായിരുന്നു. ആ ഒരു ചിന്തയിലൂടെ വേണം വരുന്ന റമദാനിൽ നമ്മൾ സമീപിക്കാൻ. കുറേയേറെ നന്മകൾ ചെയ്യാമെന്ന മോഹങ്ങളുടെ ഭാണ്ഡക്കെട്ടുമായിട്ട് വേണം റമദാനെ സമീപിക്കാൻ. കുറേയേറെ ചെയ്യണമെന്ന മോഹം നമ്മുടെ മനസ്സിലേക്ക് ഇടുമ്പോഴാണ് കുറച്ചെങ്കിലുമൊക്കെ ചെയ്യാൻ അവസരം കിട്ടുക. നേരത്തെ ഒരു കണക്കൂട്ടലുണ്ടാവണം, എന്തൊക്കെയാണ് ഞാൻ ഈ റമദാനിൽ ചെയ്യാൻ പോണത്. അത് സാധാരണ നമ്മൾ ചെയ്യാറുള്ള നിസ്കാരങ്ങൾക്ക് ഒരു കണക്കുണ്ടാവണം. തറാവീഹ് നിസ്കാരങ്ങള്, മറ്റു സുന്നത്ത് നിസ്കാരങ്ങള്, ഖുർആന്റെ തിലാവത്ത്, അതിന്റെ പഠനം, ദിക്റുകൾ, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ സദഖകൾ, ആവുന്ന വിധം ശാരീരികമായും സാമ്പത്തികമായുമുള്ള മറ്റു നമ്മുടെ സഹായങ്ങൾ, ഇതിന്റെ ഒക്കെ ഒരു ചാർട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെക്കുമെങ്കിൽ
നമുക്ക് നമ്മുടെ റമദാൻ മനോഹരമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയും. ചില സംഗതികൾക്ക് നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. തറാവീഹിന്റെ സമയം ഇവിടെ 8:30-ക്കാണ് ഇവിടെ ഉണ്ടാവുക. നോമ്പ് തുറ വളരെ ശ്രേഷ്ഠമായൊരു കർമ്മമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അതിന് നമ്മളോട് പറഞ്ഞത്, മറ്റൊരാളെ നോമ്പ് തുറപ്പിക്കുമെങ്കിൽ ആ നോമ്പ് വെച്ചയാളുടെ പ്രതിഫലം കൂടി ഇയാൾക്ക് കിട്ടുമെന്നാണ്. അയാൾക്ക് കുറവൊന്നും ഉണ്ടാവില്ല. ഒരാൾക്ക് ഒരു ദിവസം ഒരു നോമ്പല്ലേ വെക്കാൻ കഴിയുള്ളൂ. 10 പേരെ നോമ്പ് തുറപ്പിച്ചാല് നിങ്ങൾക്ക് 10 നോമ്പ് കൂടെ പ്ലസ് കിട്ടി. 1+10 നിങ്ങളുടെ ഒരു നോമ്പ് പിന്നെ അവർ വെച്ച് തുറന്ന് നിങ്ങളുടെ ആ കാരയ്ക്ക കൊണ്ട് നോമ്പ് തുറന്ന ആളുകളുടെ നോമ്പിന്റെ പ്രതിഫലം കൂടി നിങ്ങൾക്ക് കിട്ടി. അവർക്ക് കുറവൊന്നുമില്ല, അവർക്ക് അപ്പം തന്നെ ഉണ്ട്, അത് പോയിട്ടില്ല. ഒരു 4000 രൂപയാണ് ഒരു ദിവസത്തെ നോമ്പ് തുറയുടെ ബജറ്റ് നിശ്ചയിച്ചിട്ടുള്ളത്. സഹകരിക്കാൻ പരമാവധി ഒരു പള്ളിയിലോ 2 പള്ളിയിലോ എത്ര പള്ളികളിലൊക്കെ കൊടുക്കാൻ പറ്റുമോ അത്രയൊക്കെ കൊടുക്കും. ആളുകളെ വീട്ടിൽ വിളിച്ച് നോമ്പ് തുറപ്പിക്കും. അതല്ല നമ്മുടെ പരിചയത്തിൽ ഈ പറഞ്ഞതുപോയ പോലെ കാണാതെ കിടക്കുന്ന ആളുകൾക്ക് അവർക്കൊക്കെ എത്തിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള എല്ലാ നന്മകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാരുണ്യവാനായ നാഥ, റമദാൻ ഞങ്ങളോട് ഇങ്ങനെ ചേർന്ന് നിങ്ങളുടെ വിളിക്കപ്പുറത്ത് നിൽക്കുകയാണ്. പക്ഷെ ആയുസ് ഇപ്പോഴും നിന്റെ കയ്യിൽ തന്നെയാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ റമദാൻ സമ്പൂർണമായി ഇതിനെ ഹയാത്താക്കാനുള്ള ആരോഗ്യവും ആയുസ്സും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ഞങ്ങളുടെ പാപങ്ങളൊക്കെ ഇതിനു മുന്നേ തന്നെ നീ പുറത്തു തരികയും നിന്റെ റഹ്മത്ത് ആദ്യം മുതൽ നേടിയെടുക്കാൻ പറ്റുന്ന തരത്തിൽ നീ ഞങ്ങളുടെ മനസ്സുകളെ പരുവപ്പെടുത്തുകയും ചെയ്യണമേ അല്ലാഹുവേ. അല്ലാഹുവേ, സത്യവിശ്വാസികൾക്ക് സമാധാനത്തിന്റെ റമദാനായിട്ട് ഈ റമദാനെ നീ മാറ്റി തീർക്കണമേ അല്ലാഹു. ഗസ ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടിയിൽ ഇങ്ങനെയുണ്ട് കനലുകൾ. പുതിയ പുതിയ പ്രസ്താവനകൾ വരുന്നുണ്ട്. പടച്ചതമ്പുരാനെ, ഞങ്ങളുടെ ആ സഹോദരങ്ങൾക്ക് നീ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انا نعوذ بك من فتنة القبر ومن عذاب القبر ومن عذاب النار ونسألك الفردوس الأعلى. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين.